ഇന്ന് ഹാശ ചൊവ്വാഴ്ച. വചനഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വചനങ്ങൾ. ഈശോയുടെ ജീവിതത്തിലെ വികാരഭരിതമായ ഒരു നിമിഷം. ഈശോ അരുളി ചെയ്യുന്നു, ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. തൻ്റെ പീഡാനുഭവത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് അടുക്കുമ്പോൾ തന്നെ കാത്തിരിക്കുന്ന സഹനങ്ങളെക്കുറിച്ച് ഈശോ പൂർണ്ണ ബോധവാനാണ്. കുരിശിൻ്റെ ഭാരം അടുത്തു വരുന്നത് അവൻ അനുഭവപ്പെടുന്നു. എന്നിരുന്നാലും ആ വേദനയുടെ നിമിഷത്തിൽ ഈശോ ഒട്ടുമേ പിന്തിരിയുന്നില്ല. പകരം ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. യഥാർത്ഥമായ ധൈര്യം ഭയത്തിൻ്റെ അഭാവമല്ല, മറിച്ച് ഭയത്തിനിടയിലും ദൈവത്തിൽ വിശ്വസിക്കാനുള്ള സന്നദ്ധതയാണെന്ന് ഇവിടെ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് തൻ്റെ ജീവിതത്തിലൂടെ. തുടർന്ന് ഈശോ തൻ്റെ ദൗത്യത്തെ വെളിച്ചവുമായി താരതമ്യം ചെയ്യുന്നു. വെളിച്ചം അവരോടൊപ്പം അധികകാലം നിലനിൽക്കുകയില്ലെന്ന് ഈശോ ജനത്തെ ഓർമ്മിപ്പിക്കുന്നു. വെളിച്ചം ഉള്ളിടത്തോളം അതിൽ നടക്കുവാൻ അവൻ ജനത്തെ ക്ഷണിക്കുകയാണ്. ക്രിസ്തു തന്നെയാണ് ആ വെളിച്ചം. ഇരുട്ടിനെ മറികടക്കുന്ന വെളിച്ചം, പിതാവായ ദൈവത്തിലേക്കുള്ള വഴി നമുക്ക് കാട്ടിത്തരുന്ന വെളിച്ചം. എന്നാൽ ആ വെളിച്ചത്തിൽ നടക്കുകയെന്നാൽ വഴി സഹനവും ത്യാഗവും ഏറിയതാണെങ്കിലും അവനിൽ ശരണപ്പെടുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ നമ്മുടെ ജീവിത സഹനങ്ങളെയും കഷ്ടപ്പാടുകളെയും ഭയത്തെയും ഒക്കെ ഓർത്ത് ധ്യാനിക്കണം. ചിലപ്പോഴൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ അസ്വസ്ഥതയും ഭാരവും ഒക്കെ മറ്റാരും അറിയാതെ നാം വഹിക്കുന്നുണ്ട്. ആ നിമിഷങ്ങളിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് പകരം ഈ ലോകത്തിൻ്റെ സംതൃപ്തി നേടാനും വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് മാറാനുമൊക്കെ നാം പ്രലോഭനം നേരിടാറുണ്ട്. എന്നാൽ ഈശോ കാട്ടിത്തരുന്ന വഴി വ്യത്യസ്തമാണ്. കഷ്ടപ്പാടുകൾ പോലും മഹത്വത്തിലേക്ക് നയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വാസമർപ്പിക്കാൻ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. കുരിശ് കഥയുടെ അവസാനമല്ലെന്ന് ക്രിസ്തു നമുക്ക് ഉറപ്പു നൽകുന്നു. കുരിശ് പുനരുത്ഥാനത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ കഷ്ടപ്പാടുകളും സഹനങ്ങളും അവ പുതിയ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ നാം നടക്കുമ്പോൾ ഇരുട്ട് നമ്മെ ഒരിക്കലും കീഴടക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും ദൈവം നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നടക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് യാചിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകുമ്പോൾ നമുക്ക് ഈശോയിൽ ആശ്രയിക്കാം. അനിശ്ചിതത്വത്തിൻ്റെ സമയങ്ങളിൽ വിശ്വസ്തരായി തുടരാൻ പരിശ്രമിക്കാം. അവൻ്റെ വെളിച്ചം എപ്പോഴും നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമെന്നറിഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ ഈശോയെ അനുഗമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.